നമ്മൾ പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലാണ് നമ്മളുള്ളത് അല്ലേ? പിന്നെ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അങ്ങനെ നിരവധി അനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ശരിക്കും ഇത് പിന്നെ വെറും ആപ്പുകളല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ആപ്പുകളാണ്, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ആപ്പായിട്ടല്ല. ശരിക്കും എന്താ പറയുക, നമ്മളൊരു എൻവിറോൺമെൻ്റ് എന്ന് പറയും അല്ലേ? നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു എൻവിറോൺമെൻറ്റിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിജിറ്റൽ എൻവിറോൺമെൻറ്റലാണ് ഈ പറയുന്ന ആപ്പുകളൊക്കെയും. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റിൽ ഒരുപക്ഷെ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ, പിന്നെ കുറേ മാലിന്യങ്ങൾ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ വളരെ സ്മെല്ല് വരും, അത് നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ എൻവിറോൺമെൻറ്റിൻ്റെയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആണോ ക്ലീൻ ആണോ എന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എപ്പോഴും അനലൈസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ ഡിജിറ്റൽ എൻവിറോൺമെൻറ്റ് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒരു എൻവയോൺമെൻ്റ് ആണ്, ഒരു പാരലൽ എൻവയോൺമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തൊട്ടേ നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് വൃത്തിയായിട്ട് ഇരിക്കേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അത് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? വേസ്റ്റ് അവിടെ ഇടരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് പ്രശ്നമാണ്. അതെ, അത് കൊണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ ഈ ഡിജിറ്റൽ എൻവയോൺമെൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇതേ ഇമ്പോർട്ടൻസിൽ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയാണ് മറ്റേ എൻവയോൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ കാര്യങ്ങളും ബാധിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയാണ് കൂടുതലും എന്ത് ബാധിക്കുന്നത്, ഈ ഒരു ഡിജിറ്റൽ സ്പേസിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളെ പിന്നെ മെന്റൽ ഹെൽത്തിനെ ബാധിച്ച സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ലൈഫിനെ കൂടി അത് എഫക്ട് ചെയ്യും. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു കാര്യവും എന്താ പറയുക, അവിടുത്തെ ഒരു വൃത്തി എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇതെന്തൊക്കെയാണ്, ഇത് ക്ലീൻ ചെയ്യേണ്ട ക്രൈറ്റീരിയ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ആൽഗരിതം ആണ് അല്ലേ? നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിനും ഒരു ആൽഗരിതം ഉണ്ട്. അതിനെ എങ്ങനെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടി വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മളത് എന്താണ് ആൽഗോരിതം എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എല്ലായിടത്തും കേൾക്കാറുണ്ട് അല്ലേ? അതിൻ്റെ ആൽഗോരിതം ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ എല്ലായിടത്തും എല്ലാവരും അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്താണ് ആൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡാറ്റ ട്രാക്കിംഗ് സിസ്റ്റമാണ്. പിന്നെ ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ട്രാക്കിംഗ് സിസ്റ്റം. ഇപ്പോൾ മില്യൺസ് ഓഫ് പോസ്റ്റുകൾ എന്തുണ്ട്, ഡെയിലി ഓരോ മിനിറ്റ് സെക്കൻഡ് കൂടുന്തോറും ഈ പറയുന്ന നിരവധി പ്ലാറ്റ്ഫോമുകൾ എന്താണ് ഇത്രയധികം പിന്നെ കോണ്ടന്റുകൾ എന്താണ് ഓരോ സെക്കൻഡിലും അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യം എന്താണ്, ആളുകൾ ഇതിൽ പിന്നെ എത്ര സമയം ആളുകൾ ഇതിൽ ഈ ആപ്പിൽ തന്നെ ഇരിക്കും എന്നാണ് അവരുടെ. കാരണം എത്രയോ പേര് ഫുൾ ടൈം 24 മണിക്കൂറും ഈ ആപ്പിൽ അവർക്ക് ഇരിക്കുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവും. നമ്മൾ ഈ അറ്റൻഷൻ ഇക്കോണമി എന്ന് പറയും അല്ലേ? നമ്മുടെ ഈ അറ്റൻഷൻ, നമ്മൾ മുഴുവൻ നേരം ഇതിലിരിക്കുക എന്നതാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര നേരം ഇരിക്കുന്നു അപ്പോൾ അത്രയും അവർക്ക് പരസ്യങ്ങളായാലും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അറ്റൻഷനാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബെനിഫിറ്റ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ എന്തിലാണോ കാണുന്നത്, വാച്ച് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ ലൈക്ക് ചെയ്യുന്നത്, പിന്നെ കമൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് നമ്മുടെ ഒരു പാറ്റേൺ മനസ്സിലാവും, നമ്മുടെ ഒരു ബിഹേവിയർ മനസ്സിലാവും. അതിനനുസരിച്ചിട്ടുള്ള ഉള്ളടക്കങ്ങൾ കോണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ നേരം എന്ത് ചെയ്യും, പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അങ്ങനെ നിൽക്കും. അത് അവർക്കൊരു ബെനിഫിറ്റായി മാറുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം പ്രശ്നമല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മെ വായിക്കാം, സാധാരണ പറയും അത് നമ്മുടെ തന്നെ മിററാണ്. നമ്മുടെ ഫീഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഫീഡിൽ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയില്ല ഹെയ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഹെയ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് നമുക്ക് ഇഷ്ടാവൂല, ചില ആളുകളെ നമുക്ക് ഇഷ്ടമല്ല, അവരുടെ സംസാരം
സംസാരം ഇഷ്ടമല്ല, അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിനാണ് ഹെയ്റ്റ് വാച്ച് എന്ന് പറയുന്നത്. നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഈ പറയുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അത് കാണും. നമുക്കത് കാണും തോറും ഇറിറ്റേഷനാണ് വരിക എങ്കിൽ പോലും നമ്മളത് കാണും. അങ്ങനെ കണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും അത് തന്നെ അതേപോലത്തെ കണ്ടന്റുകൾ വീണ്ടും അത് സജസ്റ്റ് ചെയ്യും. അങ്ങനെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇറിറ്റേഷൻ വരും. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താണ് ഈ ഒരു ലൂപ്പിൽ പതിയെ പെട്ടു പോകുക എന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെയാണ് ഇതിന്റെ ആൽഗോരിതം വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഗതി. അപ്പം പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ റിക്കവറി അല്ലെങ്കിൽ ഒരു ചേഞ്ച് നമുക്ക് വേണം. പൊതുവെ നമ്മുടെ ബ്രെയിനിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര എഫേർട്ട് ഇല്ലാത്ത, അത്ര തോട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളിൽ അങ്ങനെ ഒരു പ്ലഷർ സീക്കിങ്, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയാമല്ലോ. അതേപോലെ ഇങ്ങനെ കുറച്ച് സമയങ്ങളിൽ അധികം എഫേർട്ട് ഇല്ലാതെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ആണ് ശരിക്കും ആര് നമുക്ക് തരുന്നത്, സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നത് അല്ലെ. ബാക്കി രീതിയിലേക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കുറച്ചധികം കഷ്ടപ്പെടണം. പഠിക്കാനാണെങ്കിലും അല്ലെ, ടൈമിന്റെ പുസ്തകമൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി എഫേർട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മള് ബാക്കി സമയം കളയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് എഫേർട്ടാണ്. അപ്പൊ എന്തെങ്കിലും ബോറടിക്കുമ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും നോക്കും. കാരണം ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നു എന്നുള്ള സംഗതിയാണല്ലോ. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ പറയാ, ഫുൾ ടൈം എന്താ പറയുക, ഭയങ്കര സീരിയസ് ആയിട്ട് ഫുൾ ടൈം ലൈഫിനെ കാണണമെന്നോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഒന്നും ലൈഫിന് വേണ്ട എന്നൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില ആളുകൾ ഉണ്ടാവും, പിന്നെ അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ ലൈഫിൽ കുറെ ഡ്രീം ഉണ്ടായിരിക്കും. പിന്നെ ഈ സമയം നമ്മുടെ ആയുസ് കുറെ കൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എന്നോ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നു കുറെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്തു. അങ്ങനെ കൺസ്യൂം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പിൽ വിട്ടുപോയി. കുറെ എന്റർടൈൻമെന്റ് ആയ, കുറെ ഡാൻസ്, പാട്ട് ഉണ്ടാവും. പക്ഷെ ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റൂല. അങ്ങനെ വരുമ്പോ ആ ഒരു ഗിൽറ്റി പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ശരിക്കും പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമ്മൾ ഫസ്റ്റ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ കഴിഞ്ഞ എന്താ പറയുക പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു, ഈ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഇന്റൻഷണൽ ആവുക അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ ഏറ്റവും എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് അല്ലേ. നമ്മൾ അറിയാതെ അതൊക്കെ അങ്ങ് മറന്നു പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഇന്റൻഷണൽ ആയിരിക്കുക ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ. എന്തിനാണ് നമ്മൾ എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാന്നുള്ളൊരു സംഗതിയല്ല. വെറുതെ ഇങ്ങനെ കുറെ കൺസ്യൂമേഴ്സ് ആയിട്ട് ആരൊക്കെയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുന്നത് ഇങ്ങനെ കൺസ്യൂം ചെയ്യാണോ, അതല്ല വേറെ എന്തെങ്കിലുമൊക്കെയും നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ ഇന്റൻഷൻ എന്താണെന്ന് നമ്മൾ ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ലൈഫിനൊരു പർപ്പസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റുകൾ ആ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യുക, അവരുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക. ഇതൊക്കെയും നമുക്കിത് തരുന്നിട്ടുള്ള അത്രയും വലിയ പോസിബിലിറ്റീസ് ആണ്. അപ്പം ഈ ഒരു രീതിയിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫീൽഡിനെ അല്ലെങ്കിൽ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ എന്നോ ഒരു സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങി കുറേ ഫ്രണ്ട്സ്, ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പിന്നെ വേണ്ട ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കില്ല ആ സമയത്ത് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നല്ല നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ശരിക്കും ഈ അൽഗോരിതം ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യാം, അത്തരം ആളുകളെ ഫോളോ ചെയ്യുക, അത്തരം ആളുകൾക്ക് ലൈക്ക് കൊടുക്കുക, കമന്റ് ചെയ്യാം, പിന്നെ സേവ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, അപ്പൊ അതിന് മനസ്സിലാവും എനിക്ക് ഇതാണ് ഇഷ്ടം എന്നിങ്ങനെ എന്ത് ചെയ്യും, അതിന് മനസ്സിലായിട്ട് ഒരു 3-4 ദിവസം ഇത് ഇന്റൻഷനലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ അൽഗോരിതം ചേഞ്ച് ആയിട്ട് പിന്നെ നമ്മൾ പണ്ടൊക്കെ വെറുതെ എന്റർടൈൻമെന്റിന് നമുക്കറിയാം ഇത് വെറുതെയാണ്, വെറുതെ ടൈം കളയാണ്, വേസ്റ്റ് ആണ് എന്നൊക്കെ അറിയുന്ന കുറേ സാധനങ്ങളുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും, കുറേ പേജസ് ഉണ്ടാവും. ഇതൊക്കെ ഇന്റൻഷനലി എന്ത് ചെയ്യുക, അത് അവർ അൺഫോളോ ചെയ്യുക. നമുക്ക് അത്ര ലൈഫിന് ഓരോ പോസ്റ്റ് വരുമ്പോൾ ഇത് എനിക്ക് ഉപകാരമാണോ എന്ന് ചിന്തിച്ചിട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്. ഇതെനിക്ക് ഇൻട്രസ്റ്റ് അല്ല, എനിക്ക് ഞാൻ അയക്കണ്ട എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 3-4 ദിവസം ഇങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതൊക്കെ എന്താണ്, നമുക്ക് ഉപകാരമുള്ള കാര്യമാണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അൺഫോളോ ചെയ്യുക, നോട്ട് ഇൻട്രസ്റ്റഡ് ചെയ്യേണ്ടത് അത് അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊണ്ടൊരു 3-4 ദിവസം കൊണ്ട് അതിൻ്റെ അൽഗോരിതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള സംഗതിയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത്ര ഡ്രൈ ആക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ആ
ആലോചിക്കണം എന്ന് തോന്നും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യല്ലോ. നമുക്കറിയാം ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ എന്താണ്? ജങ്ക് ഫുഡ്സ് ആണ്. അത് ഹെൽത്തിന് നല്ലതല്ല. വൈറൽ കണ്ടന്റ് എന്ന് പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് പോലെയാണ്. അപ്പോൾ ഒരു ഹാപ്പിനെസ് അത് നമുക്ക് തരുന്നത് അറിയാം. നമ്മൾ ഈ കൺസ്യൂം ചെയ്യുന്നത് ഇപ്പം ഈവൻ ഈ എന്താ പറയാ, ഇപ്പൊ വഴിനീള ചായക്കട എന്ന് പറയാം, അവിടെ നിന്നൊക്കെ പോയി കഴിച്ചാൽ നമുക്കുള്ളിൽ ഒരു ഗിൽറ്റാണ്. പക്ഷെ നമ്മളത് കാണുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? കഴിക്കും. പക്ഷെ അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബോഡിയോടും അത്ര കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അത്രയും കോൺഷ്യസ് ആയിട്ട് അത്രയും വിൽ പവറോട് കൂടി അവരത് വേണ്ടാന്ന് വെക്കുകയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റിലേക്ക് ലോങ് ടൈം ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് നിലപാടുണ്ടല്ലോ ഇപ്പൊ ഹെൽത്തിന്റെ. ഏതായാലും നമ്മൾ ഒരു നാൾ മരിക്കും, പിന്നെ കണ്ണൊക്കത്തിന് അതേപോലെ തന്നെയാണ്. ഏതായാലും നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ് എന്നുള്ളത്, അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പർപ്പസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ കുറെ കൂടി ഇന്റൻഷനലി ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലൂപ്പിൽ അങ്ങനെ പെട്ടുപോകാനുള്ള ഒരു സാധ്യതയാണ്. ഈ ലൂപ്പ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഇപ്പൊ നമ്മൾ ചെറിയ ഇപ്പോഴത്തെ ഒരു ടീനേജ് കുട്ടികളുടെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവരിങ്ങനെ ഫുൾ ടൈം ഫോണിലിരിക്കുന്നു, അല്ലാത്ത സമയം ഉറങ്ങുന്നു. പിന്നെ ഇത് രണ്ടും ഇല്ലാത്ത സമയത്ത് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെക്കേഷനിൽ ഒരു കുട്ടീനെ പരിചയപ്പെട്ടപ്പോൾ 12 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. 12 മണിക്കൂർ, ബാക്കി സമയം ഉറക്കം. ഇങ്ങനെ ഒരു സംഗതിയാണ്. പക്ഷെ ഇത് നമ്മളെ ലൈഫിന് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് ആലോചിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചൊന്നിരുന്ന് ചിന്തിച്ച്, ഇതല്ലാതെ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, വേറൊരു കാര്യമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് തന്നെ അത് എന്ത് ചെയ്യുള്ളൂ, ഇതാക്കാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ അതിലൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുമ്പോഴേ, അപ്പോൾ അത് ഗൈഡ് ചെയ്യാൻ പറ്റാത്തൊരു പാരന്റ് അല്ലേ, പാരന്റ്സിന് അത് ഗൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും പിന്നെ ആ കുട്ടിയുടെ പാരന്റ്സ് ആരായി മാറും? ഈ അൽഗോരിതമായി മാറും. പിന്നെ ഈ കുട്ടിയുടെ ടേസ്റ്റ് അനുസരിച്ച് അൽഗോരിതം ചേഞ്ച് ചെയ്ത് പിന്നെ അതിനനുസരിച്ചുള്ള കോണ്ടന്റുകളാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യാന്നുള്ളൊരു സംഗതിയുണ്ട്. ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് പിന്നെ എന്ത് ചെയ്യും? അവരാവും കുട്ടിയുടെ പാരന്റ്, അൽഗോരിതം ആവും കുട്ടിയുടെ പാരന്റ് എന്നുള്ളത്. ഇപ്പൊ നമ്മള് നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സിന്റെയും അല്ലെങ്കിൽ കസിൻസിന്റെ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം, ഈ കുട്ടികൾ ഈ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ കുറേ കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതാണ് ലൈഫ് എന്നാണ് അവർ വിചാരിക്കുന്നത്. കുറേ പ്രാങ്ക്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കുറേ വ്ളോഗുകളുണ്ട് കുട്ടികൾക്കുള്ള. അപ്പോൾ എന്താ പറയുക, അവരുടെ ലൈഫ് ഇതൊക്കെയാണ് ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ഒരു കമ്പാരിസൺ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയുടെ എഫക്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. കുറെ പ്രശ്നങ്ങളുണ്ട്, ഇതിനെ എങ്ങനെ മറികടക്കാം. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ അൽഗോരിതം, കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് അൽഗോരിതം കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മുടേതും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ള നല്ല സംഗതി. അപ്പൊ ഇതില് ഇപ്പൊ മറ്റേ ഷാലോസ് എന്ന് പറഞ്ഞ പുസ്തകമല്ലേ അല്ലെ, അതായത് ഷാലോസിൽ പറയുന്നത് വെച്ചാല് നമ്മള് പിന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് അങ്ങനെ ചെയ്ത് ചിലത് നമ്മൾ സ്റ്റുപ്പിഡ് ആക്കല്ല, മറിച്ച് ഷാലോ ആക്കുകയാണെന്ന്. ഷാലോ എന്ന് പറഞ്ഞാൽ ഡെപ്ത് കുറഞ്ഞ ആൾക്കാരാക്കുക അല്ലെ, അങ്ങനെയല്ല അതിന്റെ ഒരു മനുഷ്യരാവുക. അപ്പൊ ഇതില് ഒരു സർഫേസ് തിങ്കിങ് ആണ് ഇത് നമുക്ക് തരുന്നത്. അതായത് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഡെപ്തിലേക്കല്ലല്ലോ പോകുന്നത്, അതിലെ വിഷയങ്ങളൊക്കെ ജസ്റ്റ് ഒരു സർഫേസ് ലെവലാണ്. അപ്പോൾ അതിങ്ങനെ കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തോട്ടും എന്ന് പറയുന്ന ഒരു സർഫേസ് ലെവൽ, അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോകില്ല എന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതിലൊരു കൺക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, കൂട്ടി ചേർക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാം എൻഡ് ചെയ്യാം. പിന്നെ ശരിക്കും അൽഗോരിതം എന്താണ്, നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അൽഗോരിതം എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ അതെന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അൽഗോരിതം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അൽഗോരിതം നമ്മെ ട്രെയിൻ ചെയ്യും എന്നാണ് സ്വാഭാവികമായിട്ട് പറയുന്നത്. നമ്മളാണ് ഇതിന്റെ ഒരു മാസ്റ്റർ ആവേണ്ടത് എന്നുള്ള സംഗതിയാണ്. അപ്പോ പിന്നെ അൽഗോരിതം നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അൽഗോരിതം നമ്മൾ ചേഞ്ച് ചെയ്യണം, അതിന് നമ്മൾ ചേഞ്ച് ആവണം എന്നുള്ളൊരു സംഗതിയാണ്. അപ്പൊ അത്രയാണ് ഇതിന്റെ ഒരു സമ്മറിയായിട്ട് പറയാനുള്ള സംഗതി. നിർത്താമല്ലോ അല്ലേ? ശരി, താങ്ക് യു.